ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നേ. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്താന സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ക്ഷേത്ര ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 68 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം വളരെ പെട്ടെന്നാണ് വിശ്വാസികളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി മാറിയത്. ആശ്രയിച്ചെത്തുന്നവരെ കൈവിടാത്ത ഇവിടുത്തെ കൃഷ്ണനെ കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണം മാത്രം മതി ഇത്രയധികം പ്രസിദ്ധമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ. നിത്യജീവിതത്തിലെ ഏതു പ്രതിസന്ധികൾക്കും ഉത്തരം ലഭിക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും ഇവിടുത്തെ ക്ഷേത്രത്തിൽ എത്തിയാൽ മതിയത്ര. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ക്യൂ നിന്ന് അകത്ത് കയറാൻ പോകുകയാണ്. അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് സൈഡിലുമായിട്ട് കുറേയധികം ആളുകൾ ഇരിക്കുന്നതാണ്. ഇന്നിവിടെ ഒരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഇവിടുത്തെ വിശേഷ ദിവസമെന്ന് പറയുന്നത് രോഹിണി നാളാണ്. എല്ലാ മാസവും രോഹിണി നാളിൽ ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന സ്ഥലത്ത് ഉളനാട് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല ഇവിടെ എത്തുന്നത്. കേട്ടറിഞ്ഞ് പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് രക്ഷസിന് പാൽപ്പായസം വഴിപാട് നേരുക എന്നുള്ളത്. നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാനായി ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നേർന്നാൽ കളഞ്ഞുപോയ സാധനം തിരികെ കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഞങ്ങൾ അകത്ത് തൊഴുതിട്ട് പുറത്തിറങ്ങി അവിടെ നോക്കുമ്പോൾ എല്ലാ സൈഡിലും ഭയങ്കര ആൾക്കാരാണ്. ഇന്നത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ 9:30 തൊട്ടാണ് പൂജ തുടങ്ങുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഈ പൂജയുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കാണ് കാണുന്നത്. മുകളിൽ മുഴുവൻ ഭക്തരുടെ വഴിപാടായി സമർപ്പിച്ച ഉറികൾ കെട്ടിയിട്ടേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ബൾബുകൾ കത്തിക്കിടക്കുന്ന പോലെ ഉണ്ട് കാണാൻ. പല കളറിലുള്ള ഉറികളാണ് കെട്ടിയിട്ടേക്കുന്നത്. ഭൂമിയിൽ 6000 വർഷം മുൻപ് മുതൽ ദേവതാ സാന്നിധ്യം ഉള്ള ഭൂമിയാണെന്ന് കരുതപ്പെടുന്നു. ദേവതകൾ നീരാടാൻ ഉപയോഗിച്ചിരുന്ന ഓലിയാണ് പിന്നീട് തീർത്ഥക്കുളമായി മാറിയത്. ഈ തീർത്ഥക്കുളം പവിത്രവും വൃത്തിയായും സൂക്ഷിക്കുന്നു. അവിടെ ഭഗവാന്റെ 10 അവതാരങ്ങളുടെ രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സൈഡിലായിട്ട്. പലരും ഇതിനകത്ത് നാണയങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നാണയങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന്.
ഇവിടെ നടക്കുന്ന പൂജ എന്ന് പറഞ്ഞത് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് ഇത് നടത്തുന്നത്. എല്ലാ മാസവും രോഹിണി നാളിൽ 9:30 മുതൽ 10:30 വരെയാണ് ഈ പൂജ നടക്കുന്നത്. പൂജയിൽ നമ്മൾ കൊണ്ടുവന്ന ധനം ഒരു വെറ്റിലയിൽ വെച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണിന് സമർപ്പിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം പ്രാർത്ഥിക്കുന്നതാണ് പൂജയിലെ പ്രധാന ചടങ്ങ്. വിവാഹ തടസ്സം, ജോലി തടസ്സം, സന്താന തടസ്സം എന്നിവ മാറാനാണ് ആളുകൾ പ്രധാനമായും ഈ പൂജയിൽ പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉറി വഴിപാട് തന്നെയാണ്. ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ ദിവസവും രാവിലെ 6:15 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6:15 വരെയും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവ്വ ദുഃഖ നിവാരണത്തിനും ഭഗവാന്റെ ഇഷ്ട വഴിപാടായി ഉറി വഴിപാട് നടത്തപ്പെടുന്നു. ഉറി വഴിപാടായി സമർപ്പിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിനും സാധിച്ചതിനു ശേഷവുമാണ് ഭക്തർ ഇവിടെ ഈ വഴിപാട് നടത്തുന്നത്. വെണ്ണ, കദളിപ്പഴം, ഉണ്ണിയപ്പം, ലഡു, അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ശർക്കര, ഉണക്കമുന്തിരി ഇവ നിറച്ചതാണ് ഉറിയിൽ. ഉറിയും കലവും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. നിറയ്ക്കാനുള്ള വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തിറങ്ങി. പുറത്തുള്ള ഭഗവാന്റെ രൂപമാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിൽ വരിക എന്നുള്ളത്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ആ പന്തൽ രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജയ്ക്കുള്ള സമയം ഏകദേശമായി. അവർ പൂജാ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.